എല്ലാവർക്കും എൻ്റെ വിഷു ആശംസകൾ. ഇന്ന് ശരിക്കും നാളെയാണ് വിഷു. ഇന്നത്തെ വ്ലോഗിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2-3 ദിവസം മുമ്പേ ഇങ്ങനെ എനിക്ക് ആകെ ഒരു അസ്വസ്ഥതയൊക്കെ ആയിരുന്നു. ഇങ്ങനെ ഡേറ്റ് ആവാറ് ടൈം ആയിട്ടുണ്ട്, അപ്പോൾ ഇനി ഡേറ്റ് ആവോ, വിഷു കണി വയ്ക്കാൻ പറ്റൂല. ഇത്രയും എൻ്റെ ഓർമ്മ ഞാൻ സ്വന്തമായിട്ട് വിഷു വെച്ച ടൈമിലൊക്കെ എനിക്ക് വെക്കാൻ പറ്റുന്നുണ്ടായിരുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. തനിക്കുട്ടി ലാസ്റ്റ് 3-ാം മാസത്തിലെങ്ങാണ്ടാന്ന് തോന്നുന്നു വിഷു. 3-ാം മാസത്തിലെങ്ങാണ്ടായിരുന്ന സമയത്ത് അന്നേരം എനിക്ക് വിഷുക്കണി ഒരുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ നാട്ടിലായിരുന്നു, ശ്രീൻ്റെ വീട്ടിലായിരുന്നു. പക്ഷെ അതുവരെ അന്നും മുടങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്രാവശ്യം ഇങ്ങനെ മുടങ്ങി പോവോ എന്നുള്ളൊരു ടെൻഷൻ അങ്ങോട്ടായിരുന്നു. അയ്യോ ഡേറ്റ് ആവോ എന്നൊക്കെ ആലോചിച്ചിട്ട് ഒരു അന്നേരം സദ്യയൊക്കെ ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞ വിഷു ശ്രീൻ്റെ വീട്ടിലായിരുന്നു. അങ്ങനെ ഒരു തവണ ഓണത്തിന് നമ്മുടെ കൊച്ചിയിലായിരുന്ന സമയത്ത് അന്നേരം എൻ്റെ അമ്മയച്ഛനൊക്കെ രാവിലെ വന്ന സമയത്തൊക്കെ ഞാൻ സദ്യ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. തലേന്ന് കുറച്ച് ഐറ്റംസൊക്കെ തലേന്ന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു. അപ്പം ഞാനിങ്ങനെ വിഷുവിന് കണി ഒരുക്കണം, സദ്യ ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു. പക്ഷെ നടക്കുമോ ഇല്ലയോ എന്ന് ആലോചിച്ചിട്ട് ഇങ്ങനെ മുടങ്ങുമോ എന്നൊക്കെ ആലോചിച്ചിട്ട് ഇങ്ങനെ ഞാൻ വിചാരിച്ചു ഒരു കാര്യം ചെയ്യാം. 2 ദിവസം മുമ്പ് ഞാൻ വിഷു കണി ഒരുക്കായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കണി കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ നാളെ എനിക്ക് ഇതുവരെ വലിയ പ്രശ്നമില്ല. അപ്പം ഞാൻ നാളെ എന്തായാലും ഒരു ചെറിയ രീതിയിലുള്ളൊരു കണി വെക്കും. അങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ നാളെ സദ്യ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടിരിക്കുമായിരുന്നു. പക്ഷേ നാളെ ശ്രീക്ക് ഒരു അത്യാവശ്യമായിട്ടുള്ളൊരു മീറ്റിംഗ് ഉണ്ട് ഓഫീസിൽ. അപ്പോൾ നാളെ പോയേ പറ്റൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ നാളെ സദ്യ ഉണ്ടാക്കിയിട്ടും കാര്യം ആരുമില്ല കഴിക്കാനായിട്ട്. രാവിലെ പോയി കഴിഞ്ഞാൽ ശ്രീ പിന്നെ വരിക ഒരു 3 മണിയൊക്കെ കഴിയും. അപ്പോൾ പിന്നെ അതിൻ്റെ ഒരു രസമില്ലല്ലോ. അതുപോലെ അന്ന് വൈകിട്ട് നമ്മളിവിടെ അന്ന് ട്രിപ്പിന് വന്നില്ല, മറ്റേ ഋഷികേശിലൊക്കെ ഉണ്ടായിരുന്ന ഫാമിലി. അപ്പം നാളെ നമ്മൾ വൈകിട്ട് അവിടെ കൂടുന്നുണ്ട്. അപ്പോൾ നമുക്ക് സംസാരിച്ച് സമയം കളയേണ്ട, വേഗം തന്നെ ഈ വ്ളോഗിലേക്ക് കടക്കാം. കാര്യം തനിക്കുട്ടിയുടെ മൂഡ് അനുസരിച്ചാണ് ഞാൻ അടുക്കളയിൽ കയറുന്നതും കയറാത്തതും. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ വ്ളോഗിലേക്ക് കടക്കാം. സോ വെൽക്കം ടു മൈ വിഷു വ്ളോഗ്. നമ്മുടെ തനിക്കുട്ടി ഇവിടെ നിന്ന് കളിച്ചുകൊണ്ടൊക്കെ ഇരിപ്പുണ്ട്. ഇത് നിങ്ങൾ മുന്നേ ഉള്ള ഷോർട്സിൽ കണ്ടിട്ടുണ്ടാവും. ഇവിടെ ഒരു സ്റ്റാൻഡ് സ്റ്റോൺ വന്നിട്ടോ. അപ്പോൾ ആ കൊടുങ്കാറ്റിൻ്റെ ശക്തി കാരണം ഡോറ് വന്ന് അടഞ്ഞിട്ട് മൊത്തം ഇടിഞ്ഞു വീണു കേട്ടോ. അപ്പം നാളെ പുള്ളിക്കാരൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ശരിയാക്കാൻ. അന്നേരം ഇത് പഴയതുപോലെ ആകും. ഇപ്പം സമയം ഏകദേശം ഒരു 8 മണി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ വേഗം തന്നെ കിച്ചണിലേക്ക് കയറുകയാണ്. അപ്പം ഫസ്റ്റ് ഞാൻ ഉണ്ടാക്കുന്ന ഇഞ്ചിക്കറി, അതിന് വേണ്ടിയിട്ട് ഞാൻ മുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കടായി ഞാൻ കത്തിച്ചിട്ട് ഇത്തിരി മുളക് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതൊന്നും എണ്ണയിലൊന്നും മൂത്ത് വരുമ്പോഴത്തേനും മുളക്, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അതൊന്ന് വഴറ്റി ആ പച്ചമുളകൊക്കെ ഒന്ന് മാറി കഴിയുമ്പോഴത്തേനും പുളി അങ്ങോട്ട് പിഴിഞ്ഞു കൊടുക്കുക. അപ്പോൾ ആ മസാല ഒന്ന് കുറുകും കേട്ടോ. അന്നേരം നമ്മുടെ ഒന്ന് ഇത്തിരി കുറുകി വരുമ്പോൾ നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ഉണ്ടല്ലോ, ഇഞ്ചി പൊടിച്ച് മിക്സിയിൽ നന്നായിട്ട് പൊടിച്ച് നല്ലപോലെ പൊടിച്ച് എന്നിട്ട് അതിലോട്ടങ്ങ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മിക്സിയൊക്കെ ഒന്ന് കഴുകി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കുറച്ച് ശർക്കരയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി എടുക്കണം. ഏകദേശം ഈ ഒരു കാണുന്ന പരുവത്തിലിരിക്കും കേട്ടോ. ഞാൻ ഇപ്പം കാണുന്നത് മിക്സിയൊക്കെ ഒന്ന് കഴുകി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇഞ്ചിക്കറി അവിടെ കിടന്ന് കുറുകി ആക്കിക്കോളും. എന്നിട്ട് സാമ്പാറിലേക്ക് വേണ്ടിയിട്ട് ഞാൻ പരിപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ നമ്മുടെ വലിയ ഉള്ളിയും കൂടെ ഞാൻ അരിഞ്ഞിട്ട് അത് വേവിക്കാനായിട്ട് ഞാൻ ഒരു സൈഡിലേക്ക് വെക്കുന്നുണ്ട്. അതേസമയം നമ്മുടെ അവിയലിനുള്ള റെഡിയാക്കാൻ വിചാരിച്ചു. അപ്പോൾ നമ്മൾ ചട്ടിയിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചക്കറിയും ഇത്തിരി ഉപ്പും തക്കാളിയും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഇത്തിരി വെള്ളം കൂടെ ചേർത്തിട്ട് ഞാൻ അതും അങ്ങോട്ട് വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട്. സാമ്പാറിനും അവിയലിനും തോരനുള്ളത് ഞാൻ ഇന്നലെ എനിക്ക് സമയം കിട്ടിയപ്പോൾ ഞാൻ അരിഞ്ഞ് അങ്ങോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇഞ്ചിക്കറി ഏകദേശം ഞാൻ ടേസ്റ്റൊക്കെ ചെയ്തപ്പോൾ എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. പുളിയും ഉപ്പും മധുരവും ഒക്കെ എരിവും ഒക്കെ പെർഫെക്റ്റ് ആയിരുന്നു, അതായിട്ടുണ്ട്. അപ്പം അന്നേരം ഞാൻ തനിക്കുട്ടിക്കുള്ള ഓട്സ് ഞാൻ കാച്ചാനായിട്ട് വെച്ചിട്ടുണ്ട്. അത് ഏകദേശം ഇങ്ങനെ ഇരിക്കും കേട്ടോ. അത് കുറച്ചും കൂടെ ഒന്ന് കുറുകും കേട്ടോ. കാര്യം ഇഞ്ചിക്കറി നമുക്ക് തൊട്ടുകൂട്ടാനുള്ള കറിയാണ്. അപ്പം അങ്ങനെ ഒരുപാട് ഇങ്ങനെ നീങ്ങിപ്പോകാൻ പാടില്ല. അപ്പോൾ ഞാൻ നല്ലെണ്ണ ഒഴിച്ച് കടുക് വറുത്ത്
നമ്മുടെ ഇഞ്ചി കറിയിലോട്ട് അങ്ങോട്ട് ചേർക്കുന്നുണ്ട്. അന്നേരം നമ്മൾ സാമ്പാർ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ബാക്കി പച്ചക്കറി അങ്ങോട്ട് ചേർക്കുന്നുണ്ട്. 2 ഒഴികെ, അതായത് വെണ്ടയ്ക്കയും ചെറിയ ഉള്ളിയും ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. അതൊന്ന് വഴറ്റിയിട്ട് ചേർക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് മസാലയൊക്കെ ചേർത്തിട്ടില്ല നമ്മൾ ചേർക്കുക. അപ്പോൾ അത് രണ്ടും മാറ്റിയിട്ട് ബാക്കി ഞാൻ പച്ചക്കറി അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചക്കറി അങ്ങോട്ട് കുക്കറിലേക്ക് ചേർത്തിട്ട് കുറച്ച് വെള്ളവും ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ അതും അങ്ങോട്ട് വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് രണ്ടും സെറ്റായി. അതിനിടയ്ക്ക് വെച്ചിട്ട് നമ്മുടെ മഞ്ഞൾപ്പൊടി തീർന്നു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പാക്കറ്റിൽ പൊട്ടിച്ചു. നമ്മളെ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു മില്ലുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ എല്ലാം നമുക്ക് കിട്ടും. അതുകൊണ്ട് അത് എളുപ്പമായി. ഇപ്പം നല്ല ഫ്രഷ് ആയിട്ടുള്ള മസാലയൊക്കെ നമുക്ക് അവിടെ നിന്ന് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ അത് കുക്കറിൽ അടച്ച് ഞാൻ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതേ നമ്മുടെ അവിയൽ ഞാനൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഏകദേശം ഇങ്ങനെ വെന്ത് വരുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ അരപ്പ് ഉണ്ടാക്കാനായിട്ട് ഫ്രിഡ്ജിൽ നിന്ന് നമ്മുടെ ഇത്തിരി തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ചും കൂടെ എനിക്ക് തേങ്ങ വേണം. അപ്പോൾ ശ്രീനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് തേങ്ങ തിരുമ്പി തരുമോ, അപ്പോൾ തേങ്ങ തിരുമ്പി തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തേങ്ങ തിരുമ്മുവാണ് അവിടെ. അപ്പം അന്നേരം ഞാൻ തനിക്കുട്ടികൾ ഓട്സും സെറ്റ് ചെയ്ത് വെച്ചു. ഇനി അടുത്ത ഞാൻ വെള്ളരിക്ക കിച്ചടി ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ വെള്ളരിക്ക ചെത്തി കളഞ്ഞിട്ട് കുനുകുനാന്ന് ഞങ്ങൾ നീളത്തിൽ അങ്ങോട്ട് അരിയുന്നുണ്ട്. എന്നിട്ട് വെള്ളരിക്ക് കിച്ചടിക്ക് വേണ്ടിയിട്ട് നമുക്ക് തൈര് വേണം, നമ്മുടെ അരപ്പ്, നമ്മുടെ തേങ്ങ ഐറ്റം ഒക്കെ വേണം കേട്ടോ. അപ്പോൾ അതൊക്കെ റെഡി ആയിരിക്കണം. അപ്പോൾ അതേക്കുനുകുനാന്ന് അരിഞ്ഞ നമ്മുടെ വെള്ളരിക്ക ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് ഉപ്പ് ചേർത്തിട്ട് ഞാൻ മിക്സ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് വെള്ളവും ഒക്കെ അങ്ങ് ഇറങ്ങും കേട്ടോ. അല്ലെങ്കിൽ കിച്ചടി ആയിട്ട് ഇരിക്കില്ല, നല്ല ലൂസായി പോകും. അപ്പോൾ അത് മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ട് അന്നേരം ഞാൻ അരപ്പ് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം അതെ, അവിയലിൽ ഞാൻ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അരപ്പ് സെറ്റ് ചെയ്യാനായിട്ട്. അവിയലിൽ ഞാൻ ഇത്തിരി മഞ്ഞൾപ്പൊടിയും ജീരകവും കുറച്ച് വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ട് അങ്ങോട്ട് അരച്ചാട്ടം എടുക്കുക. എന്നിട്ട് ഞാൻ നമ്മുടെ അവിയലിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കും. എന്നിട്ട് ഞാൻ അത് നല്ലപോലെ ഇളക്കിയിട്ട് എന്താ ചേർക്കുക, ഞാൻ രണ്ട് ടീസ്പൂൺ എങ്ങാണ്ടോ തൈര് ചേർത്തിട്ടുള്ളൂ. എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് ലാസ്റ്റ് നമ്മുടെ വെളിച്ചെണ്ണ അങ്ങോട്ട് തൂക്കി കൊടുക്കും. അപ്പോൾ നമ്മുടെ അവിയലും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാമ്പാറിലേക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയിൽ നമ്മുടെ ചെറിയ ഉള്ളിയും വെണ്ടയ്ക്കയും കൂടെ വഴറ്റിയെടുക്കാനുള്ള പരിപാടിയാണ്. അതൊന്ന് വഴണ്ട് വരട്ടെ. അന്നേരം ഞാൻ പുളി പിഴിഞ്ഞ് വെക്കാൻ മറന്നു കേട്ടോ. അപ്പം ഞാൻ പുളി അങ്ങോട്ട് പിഴിഞ്ഞ് വെക്കാനായിട്ട് ചൂടുവെള്ളത്തിൽ പുളി ഇട്ട് വെക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ വഴറ്റി വരുമ്പോഴത്തേക്ക് നമ്മൾ മസാലപ്പൊടിയായിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇത് തന്നെയല്ല ഞാൻ പറയണത് എപ്പോഴും. എന്നിട്ട് കുറച്ച് ഉലുവപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേന് നമ്മുടെ സാമ്പാറിലേക്ക് ഈ കൂട്ടം അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് നല്ലതായിട്ട് മിക്സ് ചെയ്ത് എന്നിട്ട് തിളപ്പിക്കാനായിട്ടൊന്ന് വെക്കുക. അപ്പോൾ നമ്മളെ സാമ്പാറും റെഡിയായി. സാമ്പാറിൽ എന്നിട്ട് ലാസ്റ്റ് ഞാൻ കുറച്ച് ഞാൻ ശർക്കര ഒന്ന് ചേർക്കുന്നുണ്ട് കേട്ടോ. ശർക്കര ഒന്ന് തൂക്കി ചേർക്കുക. അപ്പോൾ കുറച്ച് ഒരു മധുരം കിട്ടും. ഒരുപാട് മധുരം വേണ്ട, എന്നാൽ കുളമായിപ്പോവും. കുറച്ച് മധുരം അത്രേ ഉള്ളൂ. അപ്പോൾ ഉപ്പൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അപ്പുറത്തേക്ക് ഞാൻ പരിപ്പ് കറി ഉണ്ടാക്കാനുള്ള പരിപാടി. അപ്പോൾ പരിപ്പ് ഞാൻ ഒന്ന് വറുക്കാനായിട്ട് അപ്പുറത്തെ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതവിടെ ഇരുന്ന് ആയിക്കോളും. എന്നിട്ട് ബീട്രൂട്ട് കിച്ചടിക്കുള്ള ഞാൻ ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ പരിപ്പൊന്ന് ശ്രദ്ധിക്കണം, പരിപ്പ് അല്ലെങ്കിൽ കരിഞ്ഞു. അതുകൊണ്ട് പരിപ്പൊന്ന് റെഡിയാക്കി ജാറിലേക്ക് ഞാൻ എടുത്തിട്ട് ഞാൻ തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ബീട്രൂട്ട് ഞാൻ അരിഞ്ഞ് കുറച്ച് ചെറിയ കഷ്ണങ്ങളായിട്ട് എടുത്തിട്ട് ഞാൻ കുക്കറിലല്ല, നമ്മൾ ഓവനിൽ വേവിക്കാൻ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം അത് ഞാൻ ഗ്ലാസ്സിലേക്കിട്ട് ഞാൻ കുറച്ച് ചൂടുവെള്ളം ചേർത്തിട്ട് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഞാൻ വേവിക്കുക. നല്ലപോലെ നമ്മുടെ ബീട്രൂട്ട് വെന്തും കിട്ടും കേട്ടോ. അപ്പം സാമ്പാറും റെഡി ആയിട്ടുണ്ടായിരുന്നു. സാമ്പാറും സെറ്റ്. അപ്പം ഞാൻ പറഞ്ഞില്ല, കുറച്ച് ശർക്കര ചീകി ചേർക്കുന്നുണ്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതും അങ്ങ് സെറ്റായിട്ടുണ്ട്. അപ്പം അതിനിടയ്ക്ക് ഞാൻ തനിക്കുട്ടിക്ക് നമ്മുടെ ഓട്സ് കാച്ചിയത് അവൾക്ക് കൊടുക്കേണ്ട സമയമായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 9 മണിയൊക്കെ ആയിട്ടുണ്ടാവും, 9-9:30 ആയിട്ടുണ്ടാവും തോന്നുന്നു. അപ്പം ഞാൻ അത് അവൾക്ക് കൊടുക്കുക. അപ്പം ഞാനും അതൊന്നും തന്നെയാണ്, ഞാൻ ഓട്സ് തന്നെയാണ് കഴിക്കുന്നത്. സ്ത്രീക്ക് ഞാൻ സാൻഡ്വിച്ച് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇന്നലെ തലേന്നും കൊണ്ടോ ഒരു സാൻഡ്വിച്ചിൻ്റെ കൂട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. അപ്പം അത് കുറച്ചുണ്ടായിരുന്നു. അപ്പം അത് ഞാൻ സ്ത്രീക്ക് ബ്രെഡ് ടോസ്റ്റ് ചെയ്തിട്ട് ഞാൻ സാൻഡ്വിച്ച് ഉണ്ടാക്കി സെറ്റ് ചെയ്ത് കേട്ടോ. എന്നിട്ട് അവൾക്ക് ഫുഡൊക്കെ കൊടുത്തിട്ട് ഞാൻ എൻ്റെ പണിപ്പുരയിലോട്ട് വീണ്ടും കയറിയിട്ടുണ്ട്. ഞാൻ
ഇനി അടുത്തത് പരിപ്പ് ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ പരിപ്പ് വേവിക്കാനായിട്ട് ഞാൻ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചു. എന്നിട്ട് മാങ്ങ അച്ചാർ ഉണ്ടാക്കാൻ വിചാരിച്ചു. കാരണം അച്ചാറിൽ ഞാൻ നാരങ്ങ അച്ചാർ ഞാൻ തലേന്ന് ഉണ്ടാക്കി. നാരങ്ങ അച്ചാർ കൂടി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ തലേന്ന് ഉണ്ടാക്കി. വെള്ള നാരങ്ങ അച്ചാർ തലേന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാങ്ങ അച്ചാറില്ലാത്തതുകൊണ്ട് എന്തോ പോലെ. അപ്പോൾ മാങ്ങ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാങ്ങ അച്ചാറിനായിട്ട് ഞാൻ മാങ്ങ തൊലിച്ച് വെക്കുന്നുണ്ട്. അപ്പം ഞാൻ കിച്ചടി നമ്മുടെ വെള്ളരിക്ക ഞാനിങ്ങനെ പിഴിഞ്ഞ് നമ്മളൊരു സ്ഥലത്തേക്ക് വെച്ചിട്ടുണ്ടല്ലോ, അത് ഞാൻ ആ വെള്ളരിക്ക ഞാൻ പിഴിഞ്ഞ് ഞാൻ മാറ്റി വെച്ചിട്ട് അതിൽ തേങ്ങ അരപ്പായിട്ട് തേങ്ങയും പച്ചമുളകും കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഞാൻ അരച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അത് അങ്ങോട്ടൊരു 2 സ്പൂൺ ഞാൻ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുത്തിട്ട് കുറച്ച് മല്ലിയില, കുറച്ച് മല്ലിയില കുനുകുനാന്നരിഞ്ഞ മല്ലിയിലയും കൂടെ ചേർത്ത് ആവശ്യത്തിന് നമ്മളെ തൈരും കൂടെ ചേർത്തിട്ട് ഉപ്പൊക്കെ കറക്റ്റാണ് നോക്കുക. എന്നിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേന് നമ്മുടെ വെള്ളരിക്ക കിച്ചടി റെഡിയായി കേട്ടോ, സെറ്റായി. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ബീട്രൂട്ട് കിച്ചടി ഉണ്ടാകുക. ബീട്രൂട്ട് ഞാൻ വേവിച്ചത് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് നമ്മുടെ തേങ്ങ അരപ്പ് നമ്മൾ ആവശ്യത്തിന് ചേർത്ത് കൊടുത്തു. എന്നിട്ട് മല്ലിയില കുനുകുനാന്നരിഞ്ഞ മല്ലിയില ഇട്ട് കൊടുത്തു. എന്നിട്ട് തൈരും കൂടെ മിക്സ് ചെയ്തിട്ട് എടുക്കുമ്പോഴത്തേന് നമ്മൾ ബീട്രൂട്ട് കിച്ചടിയും റെഡിയായി. അപ്പോൾ ഇത് രണ്ടും സെറ്റായി. ഇനി ഇതിൻ്റെയൊക്കെ നമ്മൾ കടുക് വറുത്ത് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. അത്രേ ഉള്ളൂ, സെറ്റ്. നല്ല ടേസ്റ്റ് ആട്ടോ, ഇത് രണ്ടും അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്ക്. എന്നിട്ട് അടുത്ത നമ്മുടെ പരിപാടിയിലേക്ക് പോകുന്നത് എന്തുവാ, മാങ്ങ അച്ചാർ ഉണ്ടാക്കാനായിട്ട്. അപ്പം മാങ്ങ അച്ചാർ ഉണ്ടാക്കാനായിട്ട് കുനുകുനാന്നരിഞ്ഞ്, അതും കുനുകുനാന്നരിഞ്ഞ്, എന്നിട്ട് ഞാൻ അതിലേക്ക് ഉപ്പും മുളക് പൊടി മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് വിരവി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ പരിപ്പ് കറിയും അവിടെ സൈഡിൽ സെറ്റ് ആവുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് നമ്മുടെ മാങ്ങ അച്ചാറിലേക്ക് അതായത് നമ്മുടെ നല്ലെണ്ണ ഒഴിച്ചെടുത്ത് കടുക് വറുത്തിട്ട് ആ മാങ്ങ അച്ചാറിലേക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേനും അച്ചാർ റെഡിയായി. പരിപ്പ് കറിയും റെഡി ആയിട്ടുണ്ടായിരുന്നു. പരിപ്പ് കറിയിൽ ഞാൻ ലാസ്റ്റ് തളിച്ചങ്ങോട്ട് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പരിപ്പ് കറി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇഞ്ചിക്കറിയായി, പരിപ്പ് കറിയായി, സാമ്പാറായിട്ടുണ്ട്. തോരൻ അടുത്ത് ആക്കാനായിട്ട് ഞാൻ സൈഡിൽ വെച്ചിട്ടുണ്ട്. നമ്മളെ കിച്ചടി 2 കിച്ചടി ആയിട്ടുണ്ട്, അച്ചാറും ആയിട്ടുണ്ട്. അപ്പോൾ ബാക്കി ഇതേ എല്ലാം ഒന്ന് ഞാൻ ഒതുക്കി എല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇതേ നമ്മൾ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഞാൻ അങ്ങോട്ട് ഒതുക്കി അങ്ങോട്ട് വൃത്തിയാക്കി വെക്കുക കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോകണമല്ലോ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ ശരിയാവില്ല. അതുപോലെ ഞാൻ തോരനുള്ള അരപ്പ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം എനിക്കൊരു മധുരക്കറിയും കൂടെ ഉണ്ടാക്കണമെന്നുണ്ട്. പൈനാപ്പിൾ മധുരക്കറി ഉണ്ടാക്കണമെന്നുണ്ട്. പൈനാപ്പിൾ പച്ചടി അല്ലേ. അപ്പം അതിനുള്ളത് ഇല്ലായിരുന്നു. അപ്പം എനിക്കൊരു കവർ പാലും കൂടെ വേണം. അപ്പം ശ്രീ ബ്ലിങ്കിറ്റിൽ നിന്ന് എനിക്ക് 2 മേടിച്ച് തന്നിട്ടുണ്ട്. അപ്പം അതും കൂടെ ഉണ്ടാക്കണമെന്നുണ്ട് നമുക്ക്. അപ്പോൾ തോരൻ റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തോരൻ ചെയ്തൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അരി ഇതേ കഴുകി വൃത്തിയാക്കി അതും വേവിക്കാനാണ്. പിന്നെ കുക്കർ പായസത്തിന് വേണ്ടി കുക്കർ പായസം ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇതൊരു പാൽപ്പായസമാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഞാൻ ഉണ്ടാക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഷിട്ടു പാവം വന്ന് ഇവിടെ നിൽപ്പുണ്ടായിരുന്നു. ഷിട്ടുവിന് വിശക്കുന്നുണ്ട്. അപ്പോൾ ഷിട്ടുവിന് ചോറും ചിക്കനും ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പൈനാപ്പിൾ പച്ചടിക്ക് വേണ്ടി പൈനാപ്പിൾ അരിഞ്ഞ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാനായിട്ട് വെച്ചിട്ട് ഇത്തിരി ഉപ്പ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് എന്നിട്ട് അതിനുള്ള അരപ്പും ഞാൻ റെഡിയാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതിനിടയ്ക്ക് ഞാൻ ഫീഡ് ചെയ്യാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ തനുക്കുട്ടിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഫീഡ് ചെയ്ത് അവളെ ഉറക്കിയിട്ട് ഞാൻ ബാക്കി പരിപാടിക്കായിട്ട് ഞാൻ പിന്നെയും കയറിയിട്ടുണ്ട്. ഇടയ്ക്ക് എൻ്റെ കൈയൊക്കെ പുള്ളിപ്പോയി കഴിച്ചു. ഇടയ്ക്കിടയ്ക്ക് ഇത് പറ്റുന്ന അന്നേരം ഞാൻ കുറച്ച് മരുന്നൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചോറൊക്കെ ഞാൻ ഊറ്റി വെച്ചു. പച്ചടിയും ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ പായസത്തിന് വേണ്ടി എനിക്ക് 1 ലിറ്റർ പാല് വേണമായിരുന്നു. അതാണ് ഞാൻ ബ്ലിങ്കിറ്റിൽ നിന്ന് ഓർഡർ ചെയ്തത്. ഇതൊരു മിക്സായിരുന്നു കേട്ടോ. പണ്ട് ഞാൻ പായസം ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഇളക്കി എൻ്റെ ഒരുപാട് ഇളവായിരുന്നു. പക്ഷേ ഇതിപ്പോൾ എളുപ്പമുള്ള പരിപാടിയാണ്. പക്ഷെ നല്ല മധുരം ഉണ്ടായിരുന്നു ഈ പായസത്തിന്. പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു. പായസം ആകുമ്പോൾ നല്ല മധുരമൊക്കെ വേണമല്ലോ. അങ്ങനെ അത് പച്ചടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പച്ചടി എടുത്ത് ഞാൻ മാറ്റിയൊക്കെ വെക്കുന്നുണ്ട്. അടുത്ത പപ്പടം ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അപ്പം പപ്പടം ഇത് ഞാനൊരു ഡബിൾ ഹൗസിൻ്റെ പപ്പടമാണ് മേടിച്ചത്. പപ്പടം എന്ന് പറഞ്ഞിട്ട് ശരിക്കും അത് അപ്പളമായിരുന്നു. അതാ മനസ്സിലാവാത്തത്. കാരണം ഇട്ടപ്പോൾ തന്നെ ഡബിൾ സൈസ് ആയിട്ടുണ്ടായിരുന്നു. വെളിച്ചെണ്ണയും തീർന്നു പോയി കേസ്. അങ്ങനെ വെളിച്ചെണ്ണയൊക്കെ ഞാൻ റീഫിൽ ചെയ്തു. പിന്നെ ഇനി അമ്മയൊക്കെ വന്ന സമയത്ത് അമ്മ 2 തവണ വന്നപ്പോൾ എനിക്ക് ഒരുപാട് വെളിച്ചെണ്ണ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇനി ഒരു വെളിച്ചെണ്ണയും കൂടെ ബാക്കിയുള്ളൂ. അത് കഴിഞ്ഞ് നമ്മുടെ വെളിച്ചെണ്ണ തീർന്നു. കണ്ടോ, ഡബിൾ സൈസ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ 2-3 എണ്ണം ഞാൻ വലിയായിട്ട് ചുറ്റിട്ട് ബാക്കി ഞാൻ പിന്നെ മുറിച്ചിട്ട് ഇടാൻ തുടങ്ങി. നമുക്ക് ആദ്യം സദ്യ വിളമ്പാനായിട്ട് ഞാൻ 2 എണ്ണം മുഴുവനെ നന്നായിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. ബാക്കിയൊക്കെ ഞാൻ പീസായിട്ട് കട്ട് ചെയ്തിട്ട് കേട്ടോ. ഹലോ, അപ്പോൾ ഏകദേശം നമ്മുടെ സദ്യ പരിപാടിയൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ലാസ്റ്റ് പായസം ഉണ്ടാക്കുകയാണ്. നമ്മുടെ പാലട പായസം മിക്സ് ആട്ടോ ഉണ്ടാക്കുന്നത്. അതെ, ടേസ്റ്റി നിബിൾസിൻ്റെ എങ്ങോട്ടോ പറഞ്ഞ് ആദ്യമായിട്ട് ഇത് ഉണ്ടാക്കുന്നത് നോക്കാം.
ഉണ്ടാക്കി നോക്കാം. പിന്നെ അല്ലാണ്ട് ഞാനൊരു പായസം ഉണ്ടാക്കിയിട്ടുണ്ട്, നമ്മുടെ അമ്പലപ്പുഴ പായസം. ഞാൻ പണ്ടോട്ടെ വെച്ചാൽ ഞാൻ ആ റെസിപ്പി നമ്മുടെ മല്ലിക അമ്മയുടെ റെസിപ്പി ഉണ്ടല്ലോ, കുക്കർ പായസം, അത് അന്ന് ഞാൻ കണ്ട ശേഷം തൊട്ട് ഞാൻ ഉണ്ടാക്കി തുടങ്ങിയതാണ് കേട്ടോ. പക്ഷെ നല്ല അടിപൊളിയായിട്ട് വരും, നല്ല ടേസ്റ്റാണ് കേട്ടോ. ശരിക്കും അമ്പലപ്പുഴ പായസം പോലെ തന്നെ ഉണ്ടാവും. പക്ഷേ അതിലൊരു പണി പറ്റിപ്പോയെന്ന് വെച്ചാൽ ഞാൻ പഞ്ചസാര ആഡ് ചെയ്തപ്പോഴത്തേന് നമ്മൾ ബ്രൗൺ ഷുഗറാണ് യൂസ് ചെയ്യണത്. അപ്പം നമ്മൾ ബ്രൗൺ ഷുഗർ യൂസ് ചെയ്യുമ്പം പായസത്തിൻ്റെ കളറ് മാറിപ്പോയി. സാധാരണ ഒരു വെള്ള കളർ, ഒരു ചെറിയൊരു കളർ വ്യത്യാസമുണ്ട് പാൽപ്പായസത്തിന്. പക്ഷേ ഇപ്പം ഇതൊരു ബ്രൗൺ പായസമായി മാറിയിട്ടുണ്ട്. പിന്നെ പപ്പടമൊക്കെ ഉണ്ടാക്കി എല്ലാം സെറ്റാണ്. അപ്പം ലാസ്റ്റ് നമ്മുടെ പായസം, ഈ പായസം നമ്മുടെ പാലട പായസം ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ എന്തൊക്കെയാണ് ഉണ്ടാക്കി എന്നുള്ളത് കാണിച്ചു. ഇതേ നമ്മുടെ പരിപ്പ് കറി, പിന്നെ ഇതേ സാമ്പാറുണ്ടാക്കി, പിന്നെ മോരുണ്ടാക്കില്ല കേട്ടോ, മോരുണ്ടാക്കണം. ഇത് നമ്മുടെ ബീട്രൂട്ട് കിച്ചടി ഉണ്ടാക്കി, ഇത് നമ്മൾ വെള്ളരിക്ക കിച്ചടി ഉണ്ടാക്കി, പിന്നെ ഇത് മാങ്ങ അച്ചാറുണ്ടാക്കി, ഇത് അവിയലുണ്ടാക്കി, പിന്നെ ഇത് നമ്മുടെ പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കി, ഇത് നമ്മുടെ ഉപ്പിലിട്ട നമ്മുടെ നാരങ്ങ, പിന്നെ അല്ലാണ്ട് നാരങ്ങ കറി ഉണ്ട് കേട്ടോ. അത് ഞാൻ നേരത്തെ അമ്മ ഉണ്ടാക്കിക്കൊണ്ട് വന്നതാണത്, അതുണ്ട്, ഫ്രിഡ്ജിലിരിപ്പുണ്ട്. പിന്നെ ഇത് നമ്മുടെ തോരൻ, ക്യാരറ്റ് ക്യാബേജ് തോരൻ ഉണ്ടാക്കി. പിന്നെ ഇത് നമ്മുടെ ഇഞ്ചിക്കറി ഉണ്ടാക്കി. അപ്പോൾ ഇത്രയല്ലേ ഉള്ളൂ നമ്മൾ. പിന്നെ നമ്മൾ കൂട്ടുകറിയൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. പിന്നെ നമ്മുടെ കൂട്ടുകറിയൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. അത് ഉണ്ടാക്കാൻ പറ്റിയില്ല. എൻ്റെ ഒരു സോയയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇനി അത് ഉണ്ടാക്കാൻ പറ്റിയില്ല. അപ്പം ഇത്രയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇനി ഉണ്ടാക്കാനുള്ളത് മോരുണ്ടാക്കാനുണ്ട്. പിന്നെ നമ്മുടെ സാമ്പാറിൽ താളിച്ചൊഴിച്ചിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അതും ചെയ്യാനുണ്ട്, സാമ്പാറിൽ താളിച്ച് വയ്ക്കുന്ന കാര്യം മറന്നുപോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. തനിക്കുട്ടി ഉറക്കമാണ്. തനിക്കുട്ടിയെ കുറച്ച് നേരം ടി വിയൊക്കെ കാണിക്കേണ്ടി വന്നേട്ടാ. ടി വിയൊക്കെ കാണിച്ച് പിന്നെ നമ്മൾ കുറച്ച് നേരമല്ല, കുറച്ചധികം നേരം ടി വി കാണിക്കേണ്ടി വന്നു. പിന്നെ ശ്രീ അവളെ പാർക്കിൽ കൊണ്ടുപോയി കുറേ നേരം അവൾ സ്ലൈഡിലൊക്കെ കളിച്ച് ഭയങ്കര സന്തോഷമായിരുന്നു പോയിട്ടൊക്കെ വന്നപ്പോഴത്തേന്. സൂപ്പർ. ഈ സാധനം മധുര പച്ചടി സൂപ്പർ. ഇഞ്ചി എങ്ങനെയുണ്ട്? ഇതാണല്ലോ അടിപൊളി. സൂപ്പർ സൂപ്പർ. ഗുഡ് ജോബ്. താങ്ക് യു.
ഇതേ സദ്യയൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞ് കവിഞ്ഞ് നമ്മൾ പ്ലേ എന്ന് വന്ന കിടപ്പുണ്ട്. ഒരാൾക്കുള്ള ഭക്ഷണം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മുടെ മെയ്ഡിന് വേണ്ടിയിട്ട് ഞാൻ എല്ലാം പാക്ക് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒക്കെ നിറഞ്ഞാ പായസം എത്ര കുടിച്ച്? 2 ഗ്ലാസ്. അപ്പൊ നമ്മുടെ വിഷു കഴിഞ്ഞല്ലേ? അല്ല, നാളെ ഒരു ചെറിയൊരു കണിയല്ലേ? ചെറുകണി. ഓക്കെ, അപ്പൊ വേറെ ഒന്നുമില്ല ഗൈസ്. നമ്മുടെ ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞിരിപ്പുണ്ട്. അയ്യോ, അരങ്ങാൻ പോലും വയ്യ. ഇനി നമ്മളൊരു സിനിമ കാണാനായിട്ട് പോകണം. കാരണം കുട്ടിയെ കുളിപ്പിക്കണം. കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് അവളെ ഉറക്കണം. എന്നിട്ട് നമുക്ക് സിനിമ കാണാം അല്ലേ? ചോരി 2 ഇറങ്ങിയിട്ടുണ്ട്. ചോരി 2 ഇതാണ് ഹൊററാണ്. ഹൊറല്ല, എന്തോന്നാണ് ഇത്? ഹൊററാണോ ശ്രീ? നമ്മൾ അല്ല, റൊമാൻസ്. പറ. റൊമാൻസ്. റൊമാൻസ്. എ റൊമാൻറ്റിക് സൈക്കോളജിക്കൽ ഹൊറർ ത്രില്ലർ. പായസം കുടിച്ച് മത്തായിപ്പോയി. ഓക്കെ ഗൈസ്, അപ്പോൾ വേറെ ഒന്നും വിശേഷമൊന്നുമില്ല. എല്ലാവർക്കും ഹാപ്പി വിഷു. ഹാപ്പി വിഷു. ഹാപ്പി വിഷു. ബൈ.